സംഭവബഹുലമായ ഒരു ആഴ്ചയാണ് കടന്നുപോയത്. ലയോ പൊന്നലമൻ പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയിട്ട് ഒരു വർഷം പൂർത്തിയായത് ഇക്കഴിഞ്ഞ മെയ് 8 തീയതിയായിരുന്നു. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയതല്ലേ. പാപ്പയുടെ 1-ാം വാർഷിക ദിനത്തിലെ വിശേഷങ്ങളിൽ നിന്ന് വത്തിക്കാൻ ഡയറി തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലയോ പൊന്നലമൻ പാപ്പ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പോംപെയിലാണ് 1-ാം വാർഷിക ദിനം ചെലവഴിച്ചത്. രാവിലെ 9 മണിയോടെ ഷ്രൈൻ ഓഫ് ദ വെർജിൻ ഓഫ് ദ റോസറി ഓഫ് പോംപെയിൽ പാപ്പയെത്തി. റോമിൽ നിന്ന് 150 മൈലോളം യാത്ര ചെയ്താണ് ലയോ പൊന്നലമൻ പാപ്പ തന്റെ 1-ാം വാർഷിക ദിനത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളായ പോംപെയിലും നേപ്പിൾസിലും എത്തിച്ചേർന്നത്. പോംപെയ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 20,000-ഓളം വിശ്വാസികളോട് ചേർന്ന് പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മഴ പെയ്യുമെന്ന് സൂചനയുണ്ടായിട്ടും അതിനെ വകവയ്ക്കാതെയാണ് ആയിരക്കണക്കിന് ആളുകൾ പോംപെയിലെ ബർത്തലോങ്കോ സ്ക്വയറിൽ പാപ്പയെ കാത്തുനിന്നിരുന്നത്. ഒരു വർഷം മുമ്പ് വിശുദ്ധ പത്രോസിന്റെ ശുശ്രൂഷയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട താൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്റെ ശുശ്രൂഷയെ മാതാവിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാനാണെന്ന് പാപ്പ വചന സന്ദേശത്തിൽ പറഞ്ഞു. ജപമാലയുടെ ശക്തിയെക്കുറിച്ചാണ് പാപ്പ വചന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞത്. ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നത് ആവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. സന്തോഷത്തിലേക്കുള്ള ക്ഷണമാണ് നന്മ നിറഞ്ഞ മറിയമേ, പാപ്പ പറഞ്ഞു. പോംപെയ് മാതാവിനോടുള്ള യാചനാ പ്രാർത്ഥന വിശ്വാസികളോടൊപ്പം ചൊല്ലിയാണ് പാപ്പ വിശുദ്ധ കുർബാന അവസാനിപ്പിച്ചത്. പോംപെയിലെ ജപമാല റാണിയായ മാതാവിനോടുള്ള പ്രാർത്ഥന രചിച്ചത് 1883 വിശുദ്ധ ബർത്തലോങ്കയാണ്. വർഷത്തിൽ 2 തവണയാണ് ഇത് ഔദ്യോഗികമായി ചൊല്ലുന്നത്. ഒക്ടോബറിലെ ആദ്യ ഞായറാഴ്ചയും മെയ് 8 തീയതി ഉച്ചയ്ക്കും. ജപമാലയെക്കുറിച്ചുള്ള ആദ്യ ചാക്രിക ലേഖനമായ ലയോ 13 പാപ്പയുടെ സുപ്രീമി അപ്പസ്തോലറ്റസ് ഒഫീഷ്യോയ്ക്ക് മറുപടിയായി സമൂഹത്തിലെ തിന്മകളോടുള്ള പ്രതിരോധമായും ആത്മീയ പ്രതിബദ്ധതയുടെ ഭാഗമായുമാണ് ഈ പ്രാർത്ഥന രചിക്കപ്പെട്ടിരിക്കുന്നത്. dei nostri amici, dei nostri defunti, soprattutto dei nostri nemici e di tanti che si dicono cristiani eppure offendono il cuore amabile del tuo figliuolo. Pietà oggi imploriamo per le nazioni traviate, per tutta l'Europa, per tutto il mondo, perché pentito ritorni al tuo cuore. പോംപെയിൽ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം 16 മൈൽ അകലെയുള്ള നേപ്പിൾസിലേക്കാണ് പാപ്പ ഹെലികോപ്റ്ററിൽ യാത്രയായത്. വിശുദ്ധ ജാനിയൂരിസിന്റെ ചാപ്പലായിരുന്നു നേപ്പിൾസിലെ ആകർഷണം. നേപ്പിൾസിലെ പിയാസ ഡെക് പ്ലെബിസിറ്റോയിലേക്ക് പോപ്പ് മൊബൈലിലാണ് പാപ്പ എത്തിച്ചേർന്നത്. 50,000-ഓളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സമാധാനവും നീതിയും പ്രധാന വിഷയമാക്കിയുള്ള സന്ദേശമാണ് പാപ്പ നൽകിയത്. സമാധാനം ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്നും ബന്ധങ്ങളിലൂടെയാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും പാപ്പ പറഞ്ഞു. നേപ്പിൾസിലെ സന്ദർശന വേളയെ അവിസ്മരണീയമാക്കിയത് കത്തീഡ്രലിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ജാനിയൂരിസിന്റെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്ന രക്തം ദ്രാവക രൂപത്തിലായതാണ്. ദ്രാവകമായ രക്തം അടങ്ങിയ പേടകം ലയോ പാപ്പ ഉയർത്തിപ്പിടിച്ച് വിശ്വാസികളെ ആശീർവദിച്ചു. നേപ്പിൾസിലെ ജനങ്ങളുടെ പേട്രൺ സൈന്റാണ് വിശുദ്ധ ജാനിയൂരിസ്. വർഷത്തിൽ 3 തവണ വിശുദ്ധ ജാനിയൂരിസിന്റെ തിരുശേഷിപ്പായ രക്തം ദ്രാവക രൂപത്തിലാവാറുണ്ട്. സെപ്റ്റംബർ 19, ഡിസംബർ 16, മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുന്നോടിയായുള്ള ശനിയാഴ്ച എന്നീ ദിവസങ്ങളിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. വത്തിക്കാനിലേക്ക് വൈകുന്നേരം 6:45 പാപ്പ മടങ്ങിയത്. 25,000 നിവാസികളുള്ള നഗരമാണ് പോംപെയ്. പോംപെയ് മാതാവിനോട് കാലാകാലങ്ങളായി ഭക്തി പുലർത്തുന്നവരാണ് മാർപ്പാപ്പമാർ. 1979-ലും 2003-ലും ജോൺ പോൾ 2 പാപ്പ ദേവാലയം സന്ദർശിച്ചിരുന്നു. ബെനഡിക്ട് 16 പാപ്പ 2008-ലും ഫ്രാൻസിസ് പാപ്പ 2015-ലും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. ഇനി പാപ്പ നടത്താൻ പോകുന്ന ചില അപ്പസ്തോലിക യാത്രകളെക്കുറിച്ച് പറയാം. പോംപെയ് സന്ദർശനത്തിന് പുറമെ ഈ മാസം തന്നെ പാപ്പ നടത്തുന്ന മറ്റൊരു സന്ദർശനമാണ് ഇറ്റലിയിലെ അക്കീറ. മെയ് 23-നാണ് പാപ്പ ഇവിടം സന്ദർശിക്കുന്നത്. ലാൻഡ് ഓഫ് ഫയേഴ്സ് എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. അനധികൃതമായി ടോക്സിക് വേസ്റ്റുകൾ നിക്ഷേപിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ വളരെ കുപ്രസിദ്ധമായ ഒരു പ്രദേശമാണ് ഇവിടം. മാലിന്യ നഗരത്തിന് പുറമെ വ്യവസായങ്ങളിൽ നിന്നുള്ള മലിനീകരണവും ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. തന്മൂലം ഇവിടെ മരണനിരക്ക് വളരെ കൂടുതലാണ്. ഈ പ്രദേശത്തോടുള്ള പാപ്പയുടെ പ്രത്യേക പരിഗണനയും താല്പര്യവുമാണ് ഈ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്. 2024-ൽ നിരവധി ഇറ്റാലിയൻ നഗരങ്ങൾ പാപ്പ സന്ദർശിച്ചിട്ടുണ്ട്. പോംപെ, നേപ്പിൾസ് തുടങ്ങിയവയും ഇക്കൂട്ടത്തിൽ പെടുന്നവയാണ്.
പാരിസ്ഥിതികവും മതപരവുമായ പ്രശ്നങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നവയാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാരിസ്ഥിതിക ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയുടെ ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ലയോ 14 പാപ്പ അക്കീറ സന്ദർശിക്കുന്നത്. ജൂൺ 20 പാപ്പ നോർത്തേൺ ഇറ്റലി സന്ദർശിക്കും. വിശുദ്ധ ഫ്രാൻസിസ് കബ്രീനിയുടെ തിരുശേഷിപ്പ് വണക്കം ഇതിന്റെ ഭാഗമായിരിക്കും. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ ലയോ പാപ്പ സ്പെയിൻ സന്ദർശിക്കും. മാർപ്പാപ്പ സന്ദർശിക്കാനിടയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അടുത്തായിട്ടുള്ളത് ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് മെത്രാമാരാണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയിരിക്കുന്നത്. മെയ് 6 മെത്രാമാർ പ്രഖ്യാപിച്ചതനുസരിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ ലയോ പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനവും ഉണ്ടാവും. പാരീസും ലൂർദും ഈ സന്ദർശന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കുന്നതുവരെ പാപ്പയുടെ യാത്രകൾ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാറില്ല. പക്ഷേ ഫ്രാൻസിലെ മെത്രാമാർ പാപ്പയുടെ സന്ദർശനത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങാൻ കത്തോലിക്കരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഫ്രാൻസ് യാത്ര യാഥാർത്ഥ്യമായാൽ ബെനഡിക്ട് 16 പാപ്പയ്ക്ക് ശേഷം ഒരു മാർപ്പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക യാത്രയായിരിക്കും ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ട്രോസ്ബർഗ്, മാർസെയിൽ, കോർസിക്ക എന്നിവ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും ഫ്രാൻസിലേക്ക് ഔപചാരിക സന്ദർശനം നടത്തിയിട്ടില്ല. മാർപ്പാപ്പയുടെ അംഗരക്ഷകരായ സ്വിസ് ഗാർഡുകളുടെ പുതിയ ബാച്ച് മെയ് 6 ലയോ പാപ്പയുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പോൾ 6 ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. 28 പേരാണ് സ്വിസ് ഗാർഡുകളായി പുതുതായി ചുമതലയേറ്റത്. സാധാരണയായി സ്വിസ് ഗാർഡുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ദിവസം മെയ് 6 1527 ചാൾസ് 5 സൈന്യം റോം കീഴടക്കിയപ്പോൾ പോപ്പ് ക്ലെമന്റ് 7 ജീവൻ രക്ഷിക്കാൻ വേണ്ടി അന്ന് 147 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്വിസ് ഗാർഡുമാരുടെ സത്യപ്രതിജ്ഞ മെയ് 6 നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 സത്യപ്രതിജ്ഞ. അന്നും ലയോ പാപ്പ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പോൾ 6 പാപ്പ മാത്രമേ സ്വിസ് ഗാർഡുമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിനുശേഷം പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യ പാപ്പയാണ് ലയോ 14. ഡിക്കാസ്റ്ററുടെ പ്രിഫെക്ട് എന്ന നിലയിൽ 2023 2024 കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റായി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വിസ് ഗാർഡുകൾക്ക് തങ്ങളുടെ ഗ്രാൻഡ് യൂണിഫോം ധരിക്കാനുള്ള അപൂർവ അവസരം കൂടിയാണ് ഈ ചടങ്ങ്. ഇതിനു പുറമെ പാപ്പയുടെ അനുഗ്രഹത്തിനായി ഈസ്റ്ററിനും ക്രിസ്തുമസിനും മാത്രമേ ഈ യൂണിഫോം ധരിക്കാനുള്ള അനുവാദമുള്ളൂ. നിലവിൽ വത്തിക്കാനിലെ സ്വിസ് ഗാർഡുമാരുടെ എണ്ണം ഇതോടെ 134 ആയിട്ടുണ്ട്. പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡ് എന്ന ഈ സൈന്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സൈനിക സംഘടനകളിൽ ഒന്നാണ്. 1506 മുതൽക്കാണ് സ്വിസ് ഗാർഡുകൾ വത്തിക്കാന്റെ സുരക്ഷാ അംഗങ്ങളായി എത്തിയത്. പോപ്പ് ജൂലിയസ് 2 തന്റെ സുരക്ഷയ്ക്കായി സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള മികച്ച സൈനികരെ ഇതേ ജോലിക്ക് വേണ്ടി ആദ്യമായി നിയോഗിച്ചത്. ധൈര്യത്തിനും വിശ്വസ്തതയ്ക്കും പ്രശസ്തരായതുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളവരെ സ്വിസ് ഗാർഡുകളായി ചേർത്തിരിക്കുന്നത്. പാപ്പയുടെ വ്യക്തിഗത സുരക്ഷ, വത്തിക്കാൻ പ്രവേശന കവാടങ്ങളുടെ കാവൽ, ഔദ്യോഗിക ചടങ്ങുകളിലെ സുരക്ഷ, വിദേശ അതിഥികളെ സ്വീകരിക്കൽ, അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതിരോധം എന്നിവയെല്ലാമാണ് സ്വിസ് ഗാർഡുകളുടെ ചുമതലകൾ. അവിവാഹിതൻ, കത്തോലിക്ക വിശ്വാസി, സ്വിറ്റ്സർലാൻഡ് പൗരത്വം, മികച്ച ശാരീരിക ക്ഷമത, സൈനിക പരിശീലനം എന്നിവയെല്ലാമാണ് സ്വിസ് ഗാർഡുമാരാകാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ. മാർക്കോ റൂബിയോയുമായി ലയോ പാപ്പ വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് പോയ വാരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവവികാസം. US സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ മെയ് 7 പാപ്പയെ സന്ദർശിച്ചത്. US പ്രസിഡന്റ് ട്രംപ് ലയോ പാപ്പയ്ക്കെതിരെയുള്ള വിമർശനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നതാണ് ശ്രദ്ധേയം. 54-കാരനായ റൂബിയോ കത്തോലിക്കനും ക്യൂബയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ മകനുമാണ്. പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് 2 വാക്കുകൾ അദ്ദേഹം കുറിച്ചുവെച്ചു. സമാധാനം, മനുഷ്യമഹത്വം. വത്തിക്കാൻ ഇറ്റാലിയൻ ഭാഷയിൽ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പ്രസ് റിലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് പ്രസിഡന്റ് ഗോയ് പാർമലിനുമായും പോളണ്ടിലെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. സ്വിസ് ഗാർഡുകളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ വേളയിലാണ് പാപ്പയുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയത്.
അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. യുക്രൈനിലെയും മധ്യപൂർവ്വ ദേശങ്ങളിലെയും സംഘർഷങ്ങൾ നേതാക്കന്മാർ ചർച്ച ചെയ്തു. അന്താരാഷ്ട്രപരവും പ്രാദേശികവുമായ അടിയന്തര വിഷയങ്ങളും ചർച്ചയുടെ ഭാഗമായി. ഹെയ്ത്തി പ്രധാനമന്ത്രി അലക്സ് ഡിഡിയർ ഫീൽസ് എയ്മാണ് പോയ വാരത്തിൽ പാപ്പയെ സന്ദർശിച്ച മറ്റൊരു രാഷ്ട്രത്തലവൻ. അക്രമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഹെയ്ത്തി കടന്നുപോകുന്ന അവസരത്തിലായിരുന്നു ഇരു നേതാക്കന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഹെയ്ത്തി അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തി. ബോർഡ് ഓഫ് ദ ജോൺ പോൾ സെക്കൻഡ് ഫൗണ്ടേഷനിലെ അംഗങ്ങളുമായും എഡിത്ത് ഹാംബർലാൻഡ് വാഗ്നർ ഫൗണ്ടേഷൻ ആൻഡ് ഓഗസ്റ്റിനർ ബ്രോ അംഗങ്ങളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. വെസ്റ്റ് ആഫ്രിക്കയിലെ സഹേൽ റീജിയനിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി 1984 ആരംഭിച്ചതാണ് ബോർഡ് ഓഫ് ദ ജോൺ പോൾ സെക്കൻഡ് ഫൗണ്ടേഷൻ. 1980 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ബുർക്കിനോ ഫാസോ സന്ദർശിച്ച വേളയിലാണ് ഇതു സംബന്ധിച്ച ആശയം രൂപമെടുത്തത്. അവികസിത മേഖലയായ ഇവിടെയുള്ള ജനങ്ങളുടെ ദാരിദ്ര്യ പരിഹാരത്തിനുള്ള മാർഗങ്ങളാണ് ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്നത്. ഭക്ഷ്യസുരക്ഷ, ശുദ്ധജലം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. സഹേലിലെ പ്രതിസന്ധികളെ പരാമർശിക്കുന്നതിനൊപ്പം ലോകമെങ്ങും വ്യാപകമായി കൊണ്ടിരിക്കുന്ന അസമത്വങ്ങളെയും യുദ്ധങ്ങളെയും ഭീകരവാദത്തെയും രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകളെയും കുറിച്ച് പാപ്പ ഫൗണ്ടേഷനിലെ അംഗങ്ങളുമായി ചർച്ച ചെയ്തു. സമാധാനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി സൃഷ്ടിയുടെ ദാനങ്ങൾ വിവേകത്തോടെയും നീതിയോടെയും ഉപയോഗിക്കണമെന്ന് എഡിത്ത് ഹാംബർലാൻഡ് വാഗ്നർ ഫൗണ്ടേഷൻ അംഗങ്ങളോട് പാപ്പ പറഞ്ഞു. 1328 അഗസ്റ്റീനിയൻ സന്യാസിമാർ സ്ഥാപിച്ച ഒരു പ്രശസ്തമായ മ്യൂണിക് ബ്രൂവറിയാണ് അഗസ്റ്റീനർ ബ്രൂ. 1803 പള്ളി സ്വത്തിന്റെ മതേതരവൽക്കരണ സമയത്ത് പിരിച്ചുവിട്ട ഈ ബ്രൂവറി അതിന്റെ പേര് പിന്നീടുള്ള സംരംഭകർ നിലനിർത്തി പോരുകയായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ബ്രൂവറിയിൽ ഗണ്യമായ വ്യാവസായിക വളർച്ചയുണ്ടായി. നിരവധി ജീവകാരുണ്യ സംരംഭങ്ങൾക്കും പുനരുദ്ധാരണ പദ്ധതികൾക്കും ധനസഹായം നൽകുന്ന എഡിത്ത് ഹാംബർലാൻഡ് ഗോർ ഫൗണ്ടേഷനാണ് ഇത് നടത്തുന്നത്. മ്യൂണിക്കിലെ ആദ്യത്തെ അഗസ്റ്റീനർ ബ്രൂവറി ഒരിക്കൽ സന്ദർശിച്ചിരുന്നുവെന്ന കാര്യവും പാപ്പ അനുസ്മരിച്ചു. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ടീം അംഗങ്ങൾക്കും ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. മിലാനിൽ നിന്നുള്ള ഇന്റർ ഫുട്ബോൾ ടീം അംഗങ്ങളാണ് പാപ്പയുമായി സംവദിച്ചത്. അനുകരിക്കേണ്ട മാതൃകകളും നായകന്മാരുമായി കളിക്കാരെ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രകടനത്തിന് അപ്പുറത്തുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മൂല്യങ്ങളുടെ സാക്ഷികളാകാനും പാപ്പ അവരെ ക്ഷണിച്ചു. പാപ്പയ്ക്ക് പാപ്പയുടേതായ വഴിയുണ്ടെന്നും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ പിയട്രോ പരോളിൻ. സമാധാനത്തിന് വേണ്ടി വാദിച്ച ലയോ 14 പാപ്പയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരസ്യമായ വിമർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. വിശുദ്ധ പാദ്രി പിയോ 1956 സ്ഥാപിച്ച കാസ സൊലേവോ ദെല്ല സൊഫറൻസ ഹോസ്പിറ്റലിന്റെ 70ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു കർദിനാൾ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കനുസരിച്ച് ലയോ പാപ്പ തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തില്ലെന്നും കർദിനാൾ വ്യക്തമാക്കി. തന്റെ പൊന്തിഫിക്കേറ്റിന്റെ ആദ്യ 1 വർഷത്തിനുള്ളിൽ തന്നെ ലയോ പാപ്പ സമാധാനം എന്ന വാക്ക് 400ഓളം തവണ പരാമർശിച്ചിട്ടുണ്ട്. നിരായുധനും നിരായുധീകരണവും എന്നായിരുന്നു പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം തന്നെ പാപ്പ പറഞ്ഞത്. പിന്നീടുള്ള ഓരോ അവസരങ്ങളിലും അദ്ദേഹം സമാധാനത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. ലിയോ 14 പാപ്പ അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയോർ ജനറലായിരുന്ന കാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകമായ ലിബേറി സൊട്ടാല ഗ്രാസിയ പ്രസിദ്ധീകരിച്ചു. 2001 മുതൽ 2013 വരെ സെന്റ് അഗസ്റ്റീനിയൻ സഭയുടെ പ്രയർ ജനറലായി സേവനമനുഷ്ഠിച്ച അവസരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും പ്രഭാഷണങ്ങളുടെയും സമാഹാരമാണ് ലിബേറി സൊട്ടാല ഗ്രേസിയ. പുസ്തകത്തിന്റെ ഇറ്റാലിയൻ പതിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വരും മാസങ്ങളിൽ ലോകത്തിലെ 30 ഭാഷകളിൽ കൂടി പുസ്തകം പുറത്തിറങ്ങും. ലിയോ 14 പാപ്പയുടെ ആത്മീയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് ഈ പുസ്തകത്തിലുള്ളതെന്നാണ് നിരീക്ഷണം. ലിയോ പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 പ്രസിദ്ധീകരിക്കുമെന്ന് ജർമ്മനിയിലെ KNN ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വത്തിക്കാൻ ഉറവിടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട്. മെയ് 15 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലിയോ 13 പാപ്പയുടെ പ്രസിദ്ധമായ ചാക്രിക ലേഖനം റേർ നോവാരും മെയ് 15 തീയതിയാണ് പുറത്തിറങ്ങിയത്. 1891 പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനത്തിന്റെ 135ാം വാർഷികമാണ് ഈ വർഷം. വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസിലെ എഡിറ്റോറിയൽ അംഗങ്ങളുമായി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തി. കുടുംബപരമായ ആഘോഷമെന്നാണ് കൂടിക്കാഴ്ചയെ പാപ്പ വിശേഷിപ്പിച്ചത്. 1926 മുതൽക്കാണ് വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അതിനു മുമ്പ് വത്തിക്കാൻ പ്രിന്റിംഗ് പ്രസിന്റെ ഭാഗമായിരുന്നു അത്. പുസ്തകങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണെന്നും മറ്റുള്ളവരുമായുള്ള അഭിമുഖീകരണത്തിന് അത് അവസരമൊരുക്കുന്നുവെന്നും ചിന്തിക്കാൻ അവസരം നൽകുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി. സ്വവർഗ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള പ്രാർത്ഥനാ പുസ്തകത്തിന് അംഗീകാരം നിഷേധിച്ച് വത്തിക്കാൻ. റിപ്പോർട്ടിലേക്ക്.
സ്വവർഗ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ആശീർവാദം നൽകുന്ന പ്രാർത്ഥന ഉൾപ്പെടെയുള്ള വിവിധ പ്രാർത്ഥനകളുടെ സമാഹാരമെന്ന നിലയിൽ ജർമ്മൻ മെത്രാൻ സമിതി അംഗീകരിച്ച പുസ്തകത്തിന് വത്തിക്കാൻ അംഗീകാരം നിഷേധിച്ചു. കൗദാശികമായ വിവാഹത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് സഭയുടെ ചുമതലയായതിനാൽ സ്വവർഗ വിവാഹക്കാർക്ക് ആരാധനാക്രമപരമായോ സമാന്തര ആരാധനാക്രമമെന്ന നിലയ്ക്കോ ആശീർവാദം നൽകുന്നത് അനുവദിക്കാനാകില്ല എന്നാണ് സഭയുടെ നിലപാട്. ഈ പുസ്തകത്തിന്റെ പൂർവ്വരൂപത്തിന് തന്നെ വത്തിക്കാൻ അനുവാദം നിഷേധിച്ചിരുന്നു. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.